ഗായ്സ് വെൽക്കം ടു മെഡ്ഹെഡപ്പ്. ഇന്ന് നോക്കുന്നത് അസ്ട്രിഞ്ചൻസ് ആണ്, പ്രോട്ടീൻ പ്രസിപ്പിറ്റേഷൻ. ഇതാണ് മെയിൻ ആയിട്ട് ഉള്ള കാര്യം കേട്ടോ, നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക. സോ അസ്ട്രിഞ്ചൻ ആർ ദ കോമ്പൗണ്ട് ദാറ്റ് കോസ് പ്രോട്ടീൻ പ്രസിപ്പിറ്റേഷൻ ആൻഡ് ആർ ടിപ്പിക്കലി അപ്ലൈ ട്രോപ്പിക്കലി ടു ഡാമേജ് സ്കിൻ ഓർ മ്യൂക്കോസ മെമ്പറൈൻ. ഒന്നെങ്കിൽ മ്യൂക്കോസ മെമ്പറൈനിലോ അല്ലെങ്കിൽ ഡാമേജ്ഡ് സ്കിന്നിലോ നമ്മൾ അപ്ലൈ ചെയ്യുക, ട്രോപ്പിക്കലി ലോക്കലി അപ്ലൈ ചെയ്യുന്നൊരു സാധനമാണ് അസ്ട്രിഞ്ചൻ എന്ന് പറഞ്ഞാൽ. സോ ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ ദേ ഫോം എ പ്രൊട്ടക്റ്റീവ് ലെയർ വിത്ത് പ്രസിപ്പിറ്റേറ്റ് പ്രോട്ടീൻ. സോ ബേസിക്കലി പസ് എന്നൊക്കെ പറഞ്ഞ പ്രോട്ടീൻ ആണല്ലോ, ഈ പ്രോട്ടീനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുകയും അതിൻ്റെ പുറത്തൊരു പ്രൊട്ടക്റ്റീവ് ലെയർ കൊണ്ടുവരികയും അങ്ങനെ ഹീലിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുകയും ഇൻഫ്ലമേഷൻ, ആ വീക്കം കുറക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. സോ ആക്ഷൻ ഓഫ് അസ്ട്രിഞ്ചൻ ഇസ് ലിമിറ്റഡ് ടു സെൽ സർഫസ്. സോ സെല്ലിൻ്റെ സർഫസിൽ ആക്ഷൻ ലിമിറ്റഡ് ആണ് ആൻഡ് ഇൻഡസ്ട്രിയൽ സ്പേസ് വിത്തൗട്ട് കോസിങ് സെൽ ഡെത്ത്. സോ സെൽ ഡെത്ത് ഒന്നും ഉണ്ടാവില്ല നോർമലി കേട്ടോ. റെഡ്യൂസിങ് സെൽ മെംബ്രെയിൻ പെർമിബിലിറ്റി, അത് മാത്രമല്ല സെൽ മെംബ്രെയിൻ്റെ പെർമിബിലിറ്റി കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ ആലോചിക്കുക, ദ ആക്ഷൻ ഓഫ് അസ്ട്രിഞ്ചൻ ഇസ് ലിമിറ്റഡ് ടു സെൽ സർഫസ് ആൻഡ് ഇൻഡസ്ട്രിയൽ സ്പേസ്. സോ കോസ് വിത്തൗട്ടിങ് സെൽ ഡെത്ത് ആണ് ആൻഡ് റെഡ്യൂസ് സെൽ മെംബ്രെയിൻ പെർമിബിലിറ്റി ആണ്. സോ ഇൻഡസ്ട്രിയൽ സ്പേസിലും സെൽ സർഫസിലും ഒക്കെ അതിൻ്റെ ആക്ഷൻ ലിമിറ്റഡ് ആണ്, എന്നാൽ തന്നെയും സെൽ ഡെത്തോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല. സെൽ മെംബ്രെയിൻ പെർമിബിലിറ്റി കുറക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. സോ തെറാപ്യൂട്ടിക് യൂസ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സെപ്റ്റിക് ആക്ഷൻ ആണ്. സോ ബേസിക്കലി ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും. അതുമാത്രമല്ല സ്മോൾ കാപ്പിലറീസിനെ കൺസ്ട്രിക്ട് ചെയ്യും, ചുരുക്കും. ബ്ലഡ് കൊയാഗുലേഷൻ പ്രൊമോട്ട് ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്യില്ല, ഫർദർലി ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാവില്ല. ആൻറ്റി ഡയറിയലാണ്, ആൻറ്റി പേഴ്സ്പിറൻ്റ് ആണ്, അതായത് നമ്മുടെ സ്കിൻ പോസ് ഒക്കെ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് സ്വെറ്റിംഗ് കുറയ്ക്കുന്ന സാധനമാണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ഓൾറെഡി പറഞ്ഞു, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് ഞാൻ പറഞ്ഞു. ആൻഡ് പ്രൊമോട്ട്സ് ഹീലിംഗ് പ്രൊമോട്ട് ചെയ്യും. ആൻഡ് ഡിയോഡ്രൻ്റ് ആണ്, ഡിയോഡ്രൻ്റ് പ്രോപ്പർട്ടീസും ഉണ്ട് എന്നുള്ളതാണ്. സോ ഇനോർഗാനിക് കോമ്പൗണ്ട് വിത്ത് അസ്ട്രിഞ്ചൻ പ്രോപ്പർട്ടീസ് ഉള്ളതിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. സോൾട്ട് ഓഫ് അലുമിനിയം, സിങ്ക്, മെഗ്നീസിയം അല്ലെങ്കിൽ മാംഗനീസ് ആണ്, അയൺ, ബിസ്മത്ത്, സിൽവർ, സിർക്കോണിയം എക്സെട്ര കേട്ടോ. സോ ചില എക്സാമ്പിൾസ് ആണ് സോൾട്ട് ഓഫ് അലുമിനിയം, സിങ്ക്, മാംഗനീസ്, അയൺ, ബിസ്മത്ത്, സിൽവർ, സിർക്കോണിയം ഒക്കെയാണ് ഇതിന് എക്സാമ്പിൾസ് വരുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഡ്രഗ് ആണ്. അപ്പോൾ എന്താ പറയുന്നത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റ് വൺ ഈസ് സിങ്ക് സൾഫേറ്റ്. കെമിക്കൽ ഫോർമുല ISO4 7H2O ആണ്. മോളിക്കുലർ വെയിറ്റ് 287.5 gram per mole ആണ്. സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. കണ്ടെയ്ൻ നോട്ട് ലെസ് ദാൻ 99.0% ആൻഡ് നോട്ട് മോർ ദാൻ 104.0 ഓഫ് ISO4 7H2O. സോ നമുക്ക് സ്റ്റാൻഡേർഡ്സ് ആണ് കേട്ടോ. 99.0യും നോട്ട് മോർ ദൻ 104% ആണ്. പ്രിപ്പറേഷൻ പറയുവാണെങ്കിൽ ഡൈജസ്റ്റിക് മെറ്റാലിക് സിങ്ക് ഗ്രാനുൾസ് ഇസ് ഡൈല്യൂട്ട് സൾഫ്യൂറിക് ആസിഡ് ഫോളോ ബൈ ഫിൽട്രേഷൻ, ഓക്സിഡേഷൻ, പ്രസിപ്പിറ്റേഷൻ ആൻഡ് ക്രിസ്റ്റലേഷൻ. എങ്ങനെയാണ് ചെയ്യുന്നത്? ഡൈജസ്റ്റിംഗ് മെറ്റാലിക് സിങ്ക് ഗ്രാനുലേറ്റ്സ്. സിങ്ക് ഗ്രാനുലേറ്റ്സ് ഇല്ലേ, അതിന് ഡൈജസ്റ്റിംഗ് ചെയ്യുവാണ് വിത്ത് ഡൈല്യൂട്ട് സൾഫ്യൂറിക് ആസിഡ്. അപ്പം സിങ്ക് ഗ്രാനുൾസും ഡൈല്യൂട്ട് സൾഫ്യൂറിക് ആസിഡും കൂടെ റിയാക്ട് ചെയ്യിപ്പിച്ചിട്ട് ഫിൽട്ടർ ചെയ്ത് ഓക്സിഡേഷൻ ചെയ്ത് പ്രസിപ്പിറ്റേഷൻ ചെയ്ത് ക്രിസ്റ്റലൈസേഷൻ ചെയ്യുന്നു. അങ്ങനെയാണ് സിങ്ക് സൾഫേറ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ. സോ ഡിസ്ക്രിപ്ഷൻ പറയുവാണെങ്കിൽ കളർലെസ് ആണ്, ട്രാൻസ്പെറൻ്റ് ആണ്, വൈറ്റ് ക്രിസ്റ്റലൈൻ പൗഡർ ആണ്, ഓർഡർലെസ് ആണ് ആൻഡ് എഫ്ലോറസെൻ്റ് ആണ്. മെഡിസിൻ യൂസ് അസ്ട്രിഞ്ചൻറ്റും ആണ്, എമറ്റിക്കും ആണ്. നമുക്ക് എമറ്റിക് ഓൾറെഡി പഠിക്കാനുണ്ട് കേട്ടോ, അപ്പോൾ ഒന്ന് മനസ്സിൽ വെച്ചിരിക്കാം. സോ നെക്സ്റ്റ് ഈസ് ആലം ആണ്. പൊട്ടാഷ്യാലം, അലുമിനിയം പൊട്ടാസ്യം സൾഫേറ്റ് ആണ് ഇതിൻ്റെ സിനോണിം പറയാം, മറ്റൊരു പേര് കേട്ടോ. സോ കെമിക്കൽ ഫോർമുല 2KAiSO4 twice 12H2O ആണ്. മോളിക്കുലർ വെയിറ്റ് 474.4 or 928 gram per mole ആണ്. സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. കണ്ടെയ്ൻ നോട്ട് ലെസ് ദാൻ 99.5%. ഓക്കെ, സോ എങ്ങനെ പ്രിപ്പയർ ചെയ്യുക? ആഡിങ് എ കോൺസെൻട്രേറ്റ് സൊല്യൂഷൻ ഓഫ് പൊട്ടാസ്യം സൾഫേറ്റ് ടു എ ഹോട്ട് സൊല്യൂഷൻ ഓഫ് ഇക്വിമോളർ proportion of aluminum sulfate. സോ നമ്മളിൽ എന്തൊക്കെയുണ്ട്? ആഡിങ് എ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് പൊട്ടാസ്യം സൾഫേറ്റ്. സോ പൊട്ടാസ്യം സൾഫേറ്റ് ഉണ്ട്, ഹോട്ട് സൊല്യൂഷൻ ഓഫ് അലുമിനിയം സൾഫേറ്റ്, അതേ പ്രൊപ്പോർഷനിലുള്ള അലുമിനിയം സൾഫേറ്റും പൊട്ടാസ്യം സൾഫേറ്റും കൂടെ ഒരുമിച്ച് ആഡ് ചെയ്യുകയാണ് ചെയ്യുക. കളർലെസ് ആണ്, ട്രാൻസ്പെറൻറ്റ് ക്രിസ്റ്റലൈൻ ആണ്, വൈറ്റ് ക്രിസ്റ്റലൈൻ പൗഡർ ആണ്, സ്വീറ്റ് അസ്ട്രിഞ്ചൻ ടേസ്റ്റ് ആണ്, സോലബിൾ ഇൻ വാട്ടർ, ഇൻസോലബിൾ ഇൻ അസറ്റോൺ ആൻഡ് ആൽക്കഹോൾ. സോ ബേസിക്കലി ഡിസ്ക്രിപ്ഷൻ്റെ ആവശ്യമില്ല, എന്നാലും ഡ്രഗ് ഒക്കെ 2 മാർക്കിന് ചോദിക്കുവാൻ നമുക്ക് എന്തെങ്കിലും എഴുതണ്ട. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ നോക്കി വെക്കുക, ഭയങ്കര എളുപ്പമാണ്, അങ്ങനെ കാണുന്നു പഠിക്കേണ്ടി വരില്ല. സോ മെഡിസിൻ യൂസ് വാക്സിനിൽ അഡ്ജുവൻ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അത് മാനുഫാക്ചറിംഗിൽ നമ്മൾ അഡ്ജുവൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്ലൈസ് ടു കട്ട് ടു പ്രിവെൻറ്റ് ഓർ ട്രീറ്റ് ഇൻഫെക്ഷൻ.
കളിലൊക്കെ ഇൻഫെക്ഷൻസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഹെമറോയിഡ്സ് ആണ് ടൂത്ത് പേസ്റ്റിലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. സോ ഇത്രയുമാണ് ആലം അല്ലെങ്കിൽ പൊട്ടാഷ് ആലം അല്ലെങ്കിൽ അലുമിനിയം ഫോസ്ഫേറ്റ് സൾഫേറ്റിനെ പറ്റി പറയുള്ളത്. അപ്പോൾ 2 ഡ്രഗേ ഉള്ളൂ അസ്ട്രിഞ്ചനിൽ പഠിക്കാൻ. എന്തെന്ന് മാത്രം നോക്കിയാൽ മതി. ഒരു 5 മാർക്കിന് അല്ലെങ്കിൽ മാക്സിമം 2 മാർക്കൊക്കെ ചോദിക്കുള്ളൂ. 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് കുറവാണ്. അത്രയ്ക്കും നമുക്ക് ഇത് പഠിക്കാനും എഴുതാനും ഇല്ല. സോ ഇത്രയേ ഉള്ളൂ. എന്താണ് അസ്ട്രിഞ്ചൻ്റെ പ്രോപ്പർട്ടി, അതിൻ്റെ യൂസുകൾ നോക്കി വെക്കുക. 2 ഡ്രഗ് ഉണ്ട്, അത് നോക്കി വെക്കുക. അപ്പോൾ നെക്സ്റ്റ് ആണ്. ബൈ.